الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധികൾക്കും വിലക്കുകൾക്കും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനുള്ള വലിയ തയ്യാറെടുപ്പിലാണുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് റഹ്മാനായ റബ്ബ് കണക്കാക്കിയ ആയുസ്സിൽ ഒരു റമദാൻ കൂടെ അധികം കിട്ടുക എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള യാത്രയിലെ വല്ലാത്തൊരു ആനുകൂല്യം തന്നെയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടൊരു സ്വപ്നം പറയുന്നുണ്ട്. രണ്ടുപേർ ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്നു. ഒരാൾ യുദ്ധം ചെയ്ത് ഷഹീദായിക്കൊണ്ട് മരിച്ചു, മറ്റൊരാൾ ഒരു വർഷം കൂടെ അധികം ജീവിച്ചു. സാധാരണ രൂപത്തിലാണ് അദ്ദേഹം മരിച്ചത്. എന്താ സ്വപ്നം? ഈ രണ്ടുപേരെയും ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്. സാധാ മരണം വരിച്ച ആള് സ്വർഗത്ത് പോയിട്ടാണ് അത്രേ സാക്ഷാൽ ഷഹീദായ മനുഷ്യൻ പോകുന്നത് എന്നാണ്. ഇതെന്താ റസൂലെ അങ്ങനെ? ജീവിതം തന്നെ അള്ളാഹ്ക്ക് സമർപ്പിച്ച ഷഹീദാണല്ലോ ആദ്യമായി കൊണ്ട് സ്വർഗത്തേക്ക് എത്തേണ്ടതാണ് ആ ചോദ്യത്തിന്റെ പിന്നിലെ അത്ഭുതം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? അതിലെന്തപ്പത്ര അത്ഭുതപ്പെടാനുള്ളത് എന്നാണ്. അതിലെന്തപ്പത്ര അത്ഭുതപ്പെടാനുള്ളത്? അലൈസ ഖദ് മഖസ ഹാദാ ബഅദഹു സന. നിങ്ങളെന്നല്ലേ പറഞ്ഞ് അദ്ദേഹം ഷഹീദ് മരിച്ചതിന് ശേഷം ഒരു വർഷം കൂടെ അദ്ദേഹം ഇവിടെ ജീവിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. സ്വാഭാവികമായിക്കൊണ്ട് ഫഅദറക റമളാന, ഒരു റമളാൻ മാസം അദ്ദേഹത്തിന് എക്സ്ട്രാ കിട്ടിയില്ലേ? ഫസോമഹു, ആ റമളാൻ മാസം വീണ് കിട്ടുമ്പോൾ അദ്ദേഹം അതിൽ നോമ്പ് നോറ്റിട്ടുണ്ടാവൂലേ? പിന്നെയോ വസല്ല കദാ വകദാ സജദ, ആയിരക്കണക്കിന് റക്അത്തുകൾ അദ്ദേഹം നമസ്കരിച്ചിട്ടുണ്ടാവൂലേ? ഒറ്റ വർഷം അധികം കിട്ടുമ്പോഴുള്ള മെച്ചാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഫലമ്മാ ബൈനഹുമാ അബ്അദ മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. ഒരു കാര്യം കൂടി അറിഞ്ഞോളയും, ആദ്യം പോയ ആളും രണ്ടാമത് പോയ ആളും തമ്മിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടെന്നാണ്. സഹോദരങ്ങളെ, ഒരു റമളാൻ എക്സ്ട്രാ നമുക്ക് വീണ് കിട്ടാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നിധിയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഒരു പക്ഷേ റമളാനെ കുറിച്ച് ചിന്തിക്കുന്ന അവസാനത്തെ ഒരു മാസത്തിലാണെങ്കിൽ നമ്മുടെ മുൻഗാമികളൊക്കെ സ്വർഗം കിനാവ് കണ്ട് ജീവിച്ച നമ്മുടെ മുൻഗാമികൾ 6 മാസം മുമ്പ് തന്നെ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ പ്രാർത്ഥനകളായി ബാക്കിയുള്ള കാര്യങ്ങളായിക്കൂടെ നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ബാക്കിയുള്ള മാസങ്ങളൊക്കെ വന്ന് കയറി അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു എന്നതുപോലെയാകരുത് ഒരിക്കലും. വിശുദ്ധ റമളാൻ എന്ന ഏറ്റവും വിലപ്പെട്ട സ്വർഗത്തിലെ നമ്മുടെ ഇടം എവിടെ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന, ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ തെറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാം നമുക്ക് കഴിയുന്ന വല്ലാത്തൊരു അവസരത്തെ നമ്മൾ ആ നിലക്ക് കാണരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരുങ്ങാറില്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോകുന്നു, 2 ആഴ്ചകൾക്കപ്പുറത്ത് ഒരു കല്യാണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ എത്ര വലിയ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക അല്ലെ? അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കാലേ കൂട്ടി ചെയ്യൂലേ? നമ്മുടെ വീട് കൂടാൻ പോവുകയാണ്, 1 ആഴ്ച കൂടി സമയമുള്ളെങ്കിൽ എന്തൊക്കെ തന്ത്രപ്പാടാണ് നമ്മൾ ചെയ്യുക? എന്തെല്ലാം കാര്യങ്ങൾ, അവർ കച്ചവടം തുടങ്ങാൻ പോകുകയാണ്, ഷോപ്പ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരുങ്ങി തയ്യാറായി ചെയ്ത ശീലമേ നമുക്കുള്ളൂ. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനെയും നമ്മൾ ഒന്ന് ഒരുങ്ങി, ഒന്ന് ശരിക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കി ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇതിലേക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് റമളാനെ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ്. ഒരു അതിഥി വരുമ്പോ നമുക്കൊരു ഒരുങ്ങലില്ലേ? ഒരു നോർമൽ അതിഥി വരുമ്പോ, ഇതേതാ അതിഥി സുഹൃത്തുക്കളെ? റഹ്മാനായ റബ്ബിന്റെ അതിഥിയാണ് വരുന്നത്. എന്തിനാ വരുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്. യെസ്, എങ്കിൽ എന്താണ് നമ്മൾ ഒരുങ്ങൽ? എങ്ങനെയൊക്കെയാണ് ആ രീതികൾ? പണ്ഡിതന്മാർ ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ ഒരു നഫ്സിനോട്, നമ്മുടെ മനസ്സിനോട് ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഇന്നലകളിൽ വന്നു പോയ പാപങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം, ഒന്ന് ഒഴിഞ്ഞിരിക്കണം. എന്നിട്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് റഹ്മാനായ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം എന്നാണ്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്ത് അതാണ്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾ മുഴുവൻ റഹ്മാനായ റബ്ബിലേക്ക് തൗബ ചെയ്തോളുക. സുഹൃത്തുക്കളെ, അവസാനിച്ചിട്ടില്ല, നമുക്ക് അവസരം ഇനിയും വന്ന് നിൽക്കുകയാണ്. തൗബ ചെയ്തോളുന്നത്. പാപം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? മനുഷ്യനാണ്, സ്വാഭാവികമാണ്, ചെറുതും വലുതുമായിക്കൊക്കെ വരും. പക്ഷെ എന്താ അറിയോ? അത് കഴുകിക്കളയണം, എന്നും കഴുകിക്കളയണം. ചില പ്രത്യേക സമയങ്ങളിൽ എന്തായാലും ആണെന്നുള്ളതാണ്. എന്തിനങ്ങനെ പറയുന്നത്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾക്ക് വിജയമുള്ളൂ. റബ്ബ് പറയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹ് എന്തേലും സ്വീകരിക്കണ്ടെങ്കിൽ മുത്തഖീങ്ങളിൽ നിന്നാണെന്നാണ്. പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നിന്നാണ് റബ്ബ് എന്തേലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാപങ്ങളുമായിട്ടാണ് നമ്മൾ ഈ റമളാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ റമളാൻ ഉപയോഗപ്പെടുത്താൻ കഴിയുക? ഇത് വലിയ ബുദ്ധിയൊന്നും വേണോ? ഒരു ബുദ്ധിയും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാറുണ്ടോ? ഉണ്ടാകില്ല. നീ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിസ്കരിക്കാനൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ ആ നിസ്കാരത്തിന്റെ കോലം തരുന്നു അല്ലെ? അതേസമയം നമ്മൾ നന്മ ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിലോ ആ നിസ്കാരത്തിന് വല്ലാത്തൊരു മൈലേജ് ഉണ്ടാകും. അതെന്തുകൊണ്ടറിയാം സുഹൃത്തുക്കളെ? ഒരു കുറ്റബോധമാണ്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് അമലുകൾ സന്തോഷത്തോടുകൂടെ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിലുള്ള വലിയ തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപക്കറകൾ. അതുകൊണ്ട് കഴുകിക്കളയാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. റബ്ബുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുകയുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാകാറ്? ഫുള്ള് കുറ്റബോധമായിരിക്കും. എത്ര വലിയ അവസരങ്ങൾ കിട്ടിയാലും ചെയ്യുണ്ടാകും, നാട്ടുകാരെ പഠിച്ചിട്ടൊക്കെ ചെയ്യുണ്ടാവും, പകല് നോമ്പൊക്കെ നോക്കുന്നുണ്ടാവും, അന്തിക്ക് തറാവി ഒന്ന് നിസ്കരിക്കുന്നുണ്ടാവും, പിന്നെ സ്വതക്കൊക്കെയുള്ള അവസരം കിട്ടുമ്പോ ഒക്കെ ചെയ്യണൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് വരൂല. മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട്
ആസ്വദിച്ച് ചെയ്യാൻ സുഹൃത്തുക്കളെ കഴിയില്ല. എന്താ തടസ്സം? ഇതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകളാണ് തടസ്സം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വല്ലാത്തൊരു വാക്കുണ്ട്, മനസ്സിൽ കൊത്തിവെച്ചോളി. എന്താ പറയുന്നറിയോ? ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാർ. സഹോദരാ, നിനക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പകൽ നിനക്ക് നോമ്പ് നോൽക്കാൻ ശരിക്കും പോലെ ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഫഅലം, സുഹൃത്തെ നീ മനസ്സിലാക്കിക്കോ, അന്നക മഹ്റൂമുൻ, നീ ഭാഗ്യം കെട്ടവനാണ്. വ മുകബ്ബിലും കബ്ബലത്ക ഖതിഅതുക, നിന്റെ പാപങ്ങൾ നിന്നെ കെട്ടിയിട്ടതാണ് എന്നാണ്. നിന്റെ പാപങ്ങളാണ് നിനക്ക് അതിനുള്ള സാഹചര്യം, ആഫിയത്തും സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും ചെയ്യാതിരിക്കാനുള്ള തടസ്സം. നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളാണ്. സുഹൃത്തുക്കളെ, ചെയ്തിട്ടുണ്ട് നമ്മൾ പലതും, പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലതും, കണ്ടിട്ടുണ്ട് നമ്മൾ പലതും, അറിഞ്ഞു അറിയാതെയൊക്കെ നമുക്കറിയാം. ആരോടും ഷെയർ ചെയ്യണ്ട, റഹ്മാനായ റബ്ബിനോട് പറഞ്ഞിട്ട് പരമാവധി ഇൻഷാ അല്ലാഹ് പാപങ്ങൾക്ക് കഴുകിക്കളഞ്ഞൊരു മനസ്സോടുകൂടെ, ഒരു ശുദ്ധീകരിക്കപ്പെട്ടൊരു മനസ്സോടുകൂടെ സുഹൃത്തുക്കളെ റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. വീടുകൾ നമ്മൾ ശുദ്ധിയാക്കും, അല്ലെ? നനച്ചുളി എന്നാ പറയാം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, വേണ്ടെന്നല്ല പറയണം. പക്ഷെ വീടും കൂടിയൊക്കെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമൊന്നും റമദാൻ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല സുഹൃത്തുക്കളെ. മനസ്സിനെ ശുദ്ധീകരിക്കാൻ, പാപത്തിൽ നിന്നും ശിർക്കിൽ നിന്നും ആ ദുസ്വഭാവത്തിൽ നിന്നൊക്കെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് മനസ്സിന് വിശുദ്ധിയോടുകൂടെ ഒരു കളങ്കമില്ലാത്ത അവസ്ഥയിലേക്ക് റമദാനിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞാൽ അവർക്കായിരിക്കും റമദാൻ ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ അർത്ഥം അറിയാത്തവരുണ്ടോ സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്തിനാണ് റഹ്മാനായ റബ്ബേ ഇബാദത്ത് പറഞ്ഞ ഉടനെ സഹായത്തിനെ കുറിച്ച് ചേർത്ത് പറഞ്ഞറിയും? എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അള്ളാന്റെ തൗഫീഖ് വേണം, അള്ളാന്റെ തൗഫീഖ് വേണം. ഇപ്പൊ റമദാനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നുകൂടെ അടുത്ത ഖുതുബയിൽ വിശദീകരിക്കും, അതിന്റെ ഓരോ ഫളലുകളും. പക്ഷെ എന്താ അറിയോ, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിംഗ് കൊണ്ട് മാത്രം നടക്കൂല, അള്ളാന്റെ തൗഫീഖ് വേണം. എന്തിനാണ് ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞു? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്. അതിന്റെ മുമ്പത്തെ വാചകം ആരില്ലത് പറഞ്ഞു? ഇല്ല. അല്ലാഹു അക്ബർ ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് പറഞ്ഞത് അല്ലാഹു അക്ബർ എന്നല്ലേ? എന്തിനാ ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞപ്പോ ലാ ഹൗല വലാ ഖുവത എന്ന് പറഞ്ഞത്? നിസ്കാരത്തിലേക്ക് വരിയെന്ന് പറഞ്ഞപ്പോൾ വരാൻ പൂതിന്റെ പടച്ചോനെ, പക്ഷെ നിന്റെ കഴിവാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്താ അറിയോ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ തൗഫീക്കും സഹായമുണ്ടെങ്കിൽ മാത്രമേ റമദാനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. ഒന്നും വേണ്ട, ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന കഴിഞ്ഞില്ലേ? ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന കഴിഞ്ഞില്ലേ? അന്ന് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റൂല, അന്ന് നമുക്ക് തറാവീഹ് നഷ്ടപ്പെട്ടു, അന്ന് നോമ്പെന്നെ എങ്ങനെയൊക്കെ അട്ടങ്ങറായിട്ട് നോറ്റിക്കായിരിക്കും, ചിലപ്പോ അതിന് നോക്കാൻ കഴിയില്ല. എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ സുഹൃത്തുക്കൾ നമ്മൾ അഡ്മിറ്റാണ്, ചിലപ്പോ എവിടെയൊക്കെ എത്തും നമ്മൾ. അതുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ ഈ രാപ്പകലുകൾ എനിക്ക് അമലിന് വേണ്ടി നീക്കിവെക്കാനുള്ള തൗഫീക്ക് പടച്ചോനെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് ചോദിക്കാൻ കഴിയണം. വാശി പിടിച്ചൊരു ഉമ്മയോട് കുഞ്ഞു വാശി പിടിച്ചു പറയുന്നത് പോലെ റഹ്മാനായ റബ്ബിനോട് ചോദിക്കുമ്പോൾ ചോദിക്കണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നിറയട്ടെ, പ്രാർത്ഥനകൾ നിറയട്ടെ സുഹൃത്തുക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് റഹ്മാനായ റബ്ബ് കൊണ്ടുപോകുന്നത്. അല്ലാഹ് പറയാണ് എന്നാണ്. അള്ളാഹു ആരെങ്കിലും നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ അവന്റെ മനസ്സിലേക്ക് അവന്റെ ദീനിന്റെ എല്ലാ അധ്യാപനങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കൊടുക്കുന്നതാണ്, മനസ്സ് വിശാലമാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹ്നനുസരിച്ച് ജീവിക്കാൻ എത്ര വലിയ വിധികളും വിലക്കളുണ്ടെങ്കിലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി എന്റെ മനസ്സിന് ഇട്ട് കൊടുക്കുന്ന ആർക്ക്? അള്ളാഹ് നേരാക്കി ഉദ്ദേശിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ആ ഹിദായത്തിൽ കിട്ടാനല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യമാണ് വേണ്ടത്? ഒരു നോമ്പ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം ഈ ലോകത്തും നാളെ പരലോകത്തും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. നല്ല മനസ്സ് കിട്ടിയൊരിക്കൽ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒരു അതിഥി വരാന്ന് പറയാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? സുഹൃത്തുക്കളെ, സന്തോഷിക്കാൻ കഴിയണമെന്നാണ്. ഈ സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിൽ ഉണ്ടാകണം എന്താ അറിയോ? എടങ്ങറൊന്നല്ല. ഇനിയിപ്പോ റമദാൻ വന്ന് ഞാൻ നോമ്പ് എങ്ങനെ നോക്കുക, അതൊന്നുമല്ല.
ഇത്രയും ചൂടിൽ എങ്ങനെ ഇപ്പൊ നോമ്പ് വെക്കുക? ഒരു എടങ്ങറ് മനോഭാവമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ കഴിയണം. ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. സുഹൃത്തുക്കളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ സന്തോഷിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്താ, റമളാൻ മാസങ്ങൾ വരുമ്പോ പറയും, ഖദ് ജാഅകും ശഹ്റു റമളാൻ, കൂട്ടരെ ഇതാ നിങ്ങളിലേക്ക് റമളാൻ മാസം ആഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, എന്താ, അനുഗ്രഹപൂർണമായ മാസമാണ്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? എന്താ ഇപ്പൊ സന്തോഷിക്കുക മാത്രമുള്ള വകുപ്പ് അതിലുള്ളത്? യുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടും. വയുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ 7 കവാടങ്ങളും അവിടെ അടക്കപ്പെടുമെന്നാണ്. വതുഗല്ലു ഫീഹി അശ്ശയാതീൻ, നമ്മളെ നിരന്തരമായി തിന്മയിലേക്ക് ഒരു പഴുത് കിട്ടിയാൽ ആ തിന്മയിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോക്കിരികളായ പിശാചുക്കളെ മുഴുവനും ബന്ധനസ്ഥനാക്കി മനസ്സ് മുഴുവനും നന്മയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് നൽകി അനുഗ്രഹിക്കപ്പെടുന്ന സംഗതിയാണ്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ആ റമളാൻ മാസത്തിലാണ് എന്തിനാ സന്തോഷിക്കേണ്ടെന്നറിയോ? ആ റമളാൻ മാസത്തിലാണ് ഒരൊറ്റ രാത്രി പടച്ചു നിശ്ചയിച്ചിട്ടുള്ള ഒറ്റ രാത്രി, വർഷത്തിലൊന്നേയുള്ളൂ അത്. അങ്ങനെ ആ രാത്രിയുടെ പ്രത്യേകത എന്താ? ആ രാത്രിയുടെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങൾ അഥവാ 83ഓളം വർഷങ്ങൾ ഇബാദത്ത് ചെയ്തു കൂട്ടി അത്രയും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു രാത്രിയെ നിശ്ചയിച്ചത് ഈ റമളാൻ മാസത്തിലാണ്. അതുകൊണ്ട് റമളാൻ മാസം വന്നാൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയുന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എത്തിയിട്ടില്ല നമ്മളാരും, ഒരു ഉറപ്പും നമുക്കില്ല. പക്ഷെ എന്താ അറിയോ, ഒരു സന്തോഷം ഉണ്ടാകണം നമുക്ക്. ഇൻഷാ അല്ലാഹ് ആ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താക്കുള്ളൂ, അതിനുവേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുള്ളൂ. മറ്റൊന്ന് സുഹൃത്തുക്കളെ, എങ്ങനെയെങ്കിലും നോമ്പ് നോറ്റാൽ മതിയോ? എങ്ങനെയും തറാവീഹ് നിസ്കരിച്ചാൽ മതിയോ? അല്ല, ഒരു കാര്യവും എങ്ങനെയെങ്കിലും ചെയ്യാനല്ലല്ലോ. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. നോമ്പിന്റെ കൂലി ഫുള്ള് വേണോ? പരിപൂർണമായ കൂലി വേണോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പാകണം. കുറച്ച് പട്ടിണി കിടന്നുകൊണ്ട് നോമ്പാകോ? റുബ്ബ സ്വാഇമിൻ ഹല്ലു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അത്ഷ്, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. എത്ര നോമ്പുകാരാന്നറിയോ? ഒരിക്കൽ ആ നോമ്പ് കൊണ്ട് ആകെ കിട്ടിയത് പട്ടിണി മാത്രമാണെന്നാണ്. എന്താ സുഹൃത്തുക്കൾ അങ്ങനെ? അപ്പൊ നോമ്പ് നോറ്റ എല്ലാവർക്കും ഒരേ കൂലിയാണെന്ന് ഇപ്പൊ അങ്ങനെ പറയേണ്ട എല്ലാ ആവശ്യമുണ്ടോ? അതുകൊണ്ട് എങ്ങനെയും നോറ്റ പോരാ, പഠിക്കണം. അതുകൊണ്ട് ഒറ്റ പോയിന്റ് അതിൽ പറയാനുള്ളൂ, ഈ നോമ്പിന്റെയൊക്കെ വിധിവിലക്കുകൾ നമ്മൾ പഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്താണ്, നോമ്പിന് കൂടുതൽ പ്രതിഫലം എപ്പോഴാ കിട്ടുക, ഇൻഷാല്ലൊക്കെ നമ്മൾ വിശദീകരിക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ആ ഒരു മനസ്സോടുകൂടി പഠന മനോഭാവം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നെന്താണെന്നറിയോ, സമയം നന്നായി ക്രമീകരിക്കണം സുഹൃത്തുക്കളെ. അതുപോലത്തെ രാപ്പകലുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ വരാനില്ല. അത് ഓരോ രാവും പകലും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താ അറിയാം, മുൻഗാമികളൊക്കെ ശരിക്ക് എന്ത് ചെയ്തിരുന്നറിയോ, അവര് റമളാൻ മാസത്തിലേക്ക് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ റമളാൻ മാസത്തിലും കൂടെ ഒരിക്കലുള്ള ചെലവിനുള്ള തുക അവർ നേരത്തെ കണ്ടെത്തുന്നതാണ്. എന്നിട്ട് എന്താക്കും, ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ റമളാൻ മാസത്തിൽ പരമാവധി ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ബാക്കിയുള്ള ബിസിയൊക്കെ മറ്റു മാസങ്ങൾക്ക് കൊടുത്തിട്ട് റമളാൻ മാസത്തെ ഒന്നങ്ങോട്ട് ഒഴിവാക്കിയിടുന്നതാണ്. എന്തിനാ? അത് റബ്ബിലേക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. അതുപോലത്തെ ദിവസങ്ങൾ വേറെ കിട്ടാല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനെയൊന്നും ഇപ്പൊ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു ക്രമീകരണം നമ്മൾ സമയത്തിന്റെ വിഷയത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ള, അടുക്കളയിൽ മാത്രം അവിരമിക്കേണ്ട ഒരു ദിവസമല്ല, നമ്മുടെ എല്ലാവിധ കഴിവുകളും പ്രകടിപ്പിക്കേണ്ട ദിവസങ്ങളല്ല നോമ്പ് തുറ. വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റുമൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും നോമ്പ് തുറ വിഭവങ്ങൾ എന്നാ പറച്ചിലെന്നെ, നോമ്പ് തുറ വിഭവങ്ങൾ എന്നാ പറച്ചിലെന്നെ. എന്നിട്ട് അതിന്റെ ഷോർട്സും അതിന്റെ റീൽസും അതൊക്കെ കണ്ടതൊക്കെ കണ്ട് പരസ്പരം മാത്സര്യ ബുദ്ധിയാണ് ഓരോരുത്തർക്ക്. എന്നിട്ട് 11 മണിക്കിന് അടുക്കള കയറിയിട്ട് അവിടെ എഴുത്തിക്കാഫിരിക്കില്ല. അതൊന്നും പറ്റൂല സുഹൃത്തുക്കൾ. അത്യാവശ്യമൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം 1 മണിക്കൂർ ആകുമ്പോഴേക്കും വീണ്ടും തറാവീന് വന്നുകൊണ്ട് നമ്മൾ നിസ്കരിക്കാനുള്ളവരല്ലേ നമ്മള്. അതുകൊണ്ട് വല്ലാതൊന്നും നടക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് പരമാവധി സമയം നമ്മൾ അമലുകൾക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കുന്ന ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ അതിൽ കാണിക്കണം. നമ്മളൊക്കെ നമ്മുടെ ഉമ്മമാരെയും സഹോദരിമാരെയും ആ വിഷയത്തിൽ പ്രത്യേകം സഹായിക്കണമെന്ന് കൂടെയാണ് പുരുഷന്മാരോട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നും അറിയുമ്പോൾ എല്ലാ നന്മകളും സുഹൃത്തുക്കളെ കുടുംബത്തെ കൂടെ കൂട്ടണം. ഈ നന്മയിൽ നമ്മൾ ഒരുമിച്ചാണ്. പ്ലാനിങ് ഇപ്പോൾ തന്നെ ഉണ്ടാകണം.
നമ്മുടെ കുട്ടികളും വരണം, മക്കളും എല്ലാവരും പാടെ ഒരുമിച്ച് നന്മയിൽ മുന്നേറുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അവരെ കാത്തിട്ടാണ് നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ മലക്കുകൾ പറയുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളുന്നാണ്. അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളുമൊക്കെ നല്ല സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കോ എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ. അതിലൊക്കെ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ കാലയളവൊക്കെ കുടുംബത്തെ കൂടെ നന്മയിൽ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. അഥവാ രാത്രി നിസ്കാരത്തിന് നമ്മുടെ കുട്ടികളുണ്ടാകണം, നമ്മുടെ കുടുംബക്കാരുണ്ടാകണം. അതിനുവേണ്ട അറേഞ്ച്മെന്റുകൾക്ക് നേരത്തെ ചെയ്യണം. എവിടെയാണ് നമ്മുടെ തറാവീഹ് നേരത്തെ നമ്മൾ തയ്യാറാക്കണം. ഇന്നെവിടെയാ ക്ലാസ് ഉള്ളത്, എവിടേക്ക് പോകാൻ നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ എല്ലാ നന്മകളിലും കുടുംബം കൂടെ ഓടിച്ചാടി നടക്കുന്ന രൂപം നമുക്ക് ഉണ്ടാകണം. ദീന് പഠിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റമളാൻ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ദീന് പഠിക്കാനുള്ള മജ്‌ലിസുകൾ ഉണ്ടാകും. അവിടെയെല്ലാം നമ്മൾ ഓടിയെത്തണം. 1 മണിക്കൂർ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ, ആ മണിക്കൂറുകൾ മുഴുവനും റഹ്മത്തിന്റെ മലായിക്കത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ മജ്‌ലിസ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് വിളിച്ചു പറയുന്നതാണ്, ഖൂബു മഗ്ഫൂറൻ ലക്കും ഖദ് ബുദ്ദിലത് സയ്യിആതുകും, പിന്നെ ഹസനാത്ത്. എന്താ, നിങ്ങൾ എണീറ്റ് പോയിക്കോളൂ, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയിരിക്കണേ, നിങ്ങളുടെ തിന്മകൾ പോലും നന്മകളാക്കി മാറ്റുമെന്ന് പറയപ്പെട്ട സദസ്സുകളാ സുഹൃത്തുക്കളെ വിജ്ഞാന സദസ്സുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും നമ്മൾ മിസ്സാക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, എല്ലാ നന്മകളും റമളാൻ വന്നാൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു ചെറിയ രൂപം നമ്മൾ ഇപ്പോൾ തന്നെ പരിശീലിച്ചു കൊണ്ടുപോകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് വിശദമായി നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആന്റെ പാരായണം ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതൊരു അപകട സൂചനയാണ്. നല്ലോണം ആലോചിച്ചോളി. അവർക്കൊന്നും ഒരു ഖത്തം തീർക്കാനുള്ള തൗഫീഖ് കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്നെ ട്രെയിനിങ്ങിലേക്ക് ഏർപ്പെട്ടോളി എന്നാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നന്മകളും ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പയറ്റി തെളിയേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല രൂപത്തിൽ ഒന്ന് ഒരുങ്ങി തയ്യാറായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സിൽ ഇതുവരെ തന്ന റമളാനിനേക്കാൾ മികച്ച റമളാനാക്കി മാറ്റാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയണം. അതിന് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറൂ മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ വിശുദ്ധ റമളാനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് മരണം എന്നത്. ഇതിനു മുമ്പ് മരിച്ചപ്പോൾ എന്തുണ്ടാകാൻ നമ്മൾ നല്ലോണം ആലോചിക്കണം. മരണം എന്നുള്ളത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് എന്നത് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളിങ്ങനെ നിരന്തരമായി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടുകാരന് കൂടിയായ ഒരു സുഹൃത്ത് ഗൾഫിൽ വെച്ച് മരണപ്പെട്ട വിവരമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. പൊതുവെ എല്ലാ നന്മകളിലും മത്സരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പോലും ഒരുപാട് നന്മകൾ സ്ഥിരമായി കൊണ്ട് അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതും ഒരു പക്ഷേ ഇന്നീ ഖുത്ബകളൊക്കെ നമ്മൾ ഏറ്റവും നന്നായി നല്ല രൂപത്തിൽ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാവിധ നന്മകളും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പാപങ്ങൾ റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നതോടൊപ്പം ചെയ്തു വെച്ച എല്ലാ അമലുകളുടെയും പോരായ്മകൾ അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത് ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരാളുടെ മരണാനന്തരം അദ്ദേഹത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ പ്രാർത്ഥന നമ്മൾ ചെയ്തത്, ആ പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമാണ് അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാളുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് നിസ്കരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. പക്ഷെ എല്ലാ ഫറളുകളും ഒരുപോലെയല്ല. ചില ഫറളുകളൊക്കെ വ്യക്തിപരമായ ഫറളാണ്. ഇപ്പൊ നമ്മുടെ ളുഹർ നിസ്കാരം വ്യക്തിപരമാണ്, അത് വേറൊരാൾ നിസ്കരിച്ചെന്താവില്ല, എന്റെ ബാധ്യത തീരൂല. എന്നാൽ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫർള് കിഫായയാണ്.
ലോകത്തിൽ ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തായി? ആ ബാധ്യത വീടി എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പൊതുവെ ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്തിന്റെ അഭാവത്തിൽ മറ്റൊരു നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച പൊതുവെ ഉണ്ടാകാറുണ്ട്. ആ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തവണയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, ഒരേ ഒരു തവണ. മഹാനായ നജ്ജാശി എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് അഭയം കൊടുത്ത വ്യക്തിയായിരുന്നു. ഇസ്ലാമിനെ പുലുകിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ വേറൊരാളുമില്ല. ക്രിസ്ത്യൻ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ജിബ്രീൽ വഹയുമായി എത്തി. റസൂലെ, നമ്മുടെ നജ്ജാശി മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങ് നിസ്കരിക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് മുമ്പിലില്ല, അവിടെ നിസ്കരിച്ചു. സ്വഹാബാക്കൾ അണിനിരുന്നു, എല്ലാവരും പ്രാർത്ഥിച്ചു. ആ ഒരു സംഭവമല്ലാതെ മറ്റൊരു സംഭവമേ മയ്യത്തിനെ മുന്നിൽ കിട്ടാതെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭാവത്തിൽ നിസ്കരിച്ച സംഭവമേ ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹിച്ച ഒട്ടനേകം സ്വഹാബാക്കൾ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറ്റു പല നാടുകളിൽ പോയി മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ നിസ്കരിച്ചോ? ഇല്ല, എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു പതിവുണ്ടെങ്കിൽ, അതിനൊരു മഹത്വമുണ്ടെങ്കിൽ, അവർക്ക് ഒരു തവണ അവിടെ നിസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മയ്യത്തിന് അരികിലുണ്ടെങ്കിൽ പിന്നെ എത്ര തവണ വേണമെങ്കിലും എന്താക്കാം, വേറെ വേറെ ടീമുകൾ വന്ന് മാറി മാറി നിസ്കരിക്കാം. ഒരു മയ്യത്ത് ഒരു ഇടത്ത് നിസ്കരിച്ചു, ആ മയ്യത്ത് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ആളുകൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, അല്ലെ? ഇപ്പൊ മറ്റൊരു നാട്ടിൽ പോയി മരണപ്പെട്ട ഒരു മയ്യത്തിനെ ഇങ്ങനെ കൊണ്ടുവരുന്നതിനിടയിൽ ഇടക്കിടക്കൊക്കെ എന്താക്കാം, ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും നിസ്കരിക്കാം, അതിനൊന്നും ഒരു വിരോധമല്ല. പക്ഷെ മുമ്പിലില്ല എങ്കിൽ, മയ്യത്ത് നമ്മുടെ മുമ്പിലില്ല എങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി എവിടെയെങ്കിലും ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള ആളുകളുടെ ബാധ്യത വീടുകയും പിന്നീട് നിസ്കരിക്കണം എന്നൊരു വകുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പതിവ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ മറ്റു പലരും മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് സംഗതി ചെയ്തിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകളും വലിയൊരു മഹാഭൂരിഭാഗവും എന്ത് ചെയ്യുന്നു എന്നതല്ലല്ലോ ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാണോ ഇല്ലേ എന്നതിന്റെ മാനദണ്ഡം. നമുക്കുള്ളത് പ്രമാണങ്ങളാണ്. നമുക്കെന്താ? ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിക്കൊണ്ട്, ഇപ്പൊ സൂചിപ്പിക്കപ്പെട്ട സുഹൃത്തിനാകട്ടെ മറ്റൊരുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കണം. മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ സൂചിപ്പിക്കാനുള്ളത്, മതവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ എല്ലാ റമദാനുകളിലും വിശിഷ്യ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മാതൃസ്ഥാപനമായ ജാമിഅ അൽ ഇസ്ലാമിയ, നമുക്കൊക്കെ അഭിമാനമാണ് ആ സ്ഥാപനം എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഇതിനോടകം ഏകദേശം ഒരു വ്യാഴവട്ട കാലം പിന്നിടുമ്പോഴേക്കും 2 തവണകളിലായിക്കൊണ്ട് 100ഓളം ആളുകൾ ഔദ്യോഗികമായിക്കൊണ്ട് സനത് വാങ്ങി പുറത്തിറങ്ങി. ഇന്ന് അവരെല്ലാം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ദീന് മിമ്പറുകളിൽ നിന്നും മറ്റുമൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ദഅ്വ രംഗത്ത് സജീവമാണ്. അവരാ രംഗത്തുള്ള ഇടപെടലുകൾ കാണുമ്പോഴാണ് ഓരോ റമദാനുകളിലും പലപ്പോഴും നമ്മളൊക്കെ കൊടുത്ത ആ ഒരു സാമ്പത്തിക പരമായിക്കൊണ്ടുള്ള ആ സഹായങ്ങളൊക്കെ നമുക്കിങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് തട്ടി നമുക്ക് പറയാൻ കഴിയുക. നമ്മളൊക്കെ സാമ്പത്തികപരമായിക്കൊണ്ടും അതേപോലെ തന്നെ പ്രാർത്ഥനകളോടൊക്കെ കൂടെ നിന്ന ആളുകളാണ്. സുഹൃത്തുക്കളെ, അതിന്റെ ഒരു 3ാമത്തെ പതിപ്പ് ഇൻഷാ അല്ലാഹ് ഒരു ഏകദേശം 100ഓളം വരുന്ന ആളുകൾ ഔദ്യോഗികമായി പഠനം പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് സനത് വാങ്ങുന്ന ഒരു മഹത്തായ സമ്മേളനം ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ജാമിഅയിൽ നടക്കുകയാണ്. ഒരു കേവലം ഒരു സമ്മേളനം എന്നതിനപ്പുറത്ത് വലിയ ലക്ഷ്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് മഗ്‌രിബോട് കൂടെ തുടങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഓരോ ഏരിയകളും കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന വൈജ്ഞാനിക സെഷനുകൾ അതിന്റെ പിറകിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക പ്രോഗ്രാമുകൾ ഒരു ദിവസം നീണ്ടു നാളെ 9 മണി മുതൽ 5 മണി വരെ പണക്കാട് വെച്ച് പിന്നെ വനിതകൾ മാത്രം അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് വൈജ്ഞാനിക വിഭവങ്ങൾ ഒരുക്കിയ ഒരു സമ്മേളനമാണ് അൽഹംദുലില്ലാഹ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്തായിരിക്കും അറിയാം? ഞായറാഴ്ച നടക്കുന്ന സന്നദ്ധാന സമ്മേളനം തന്നെയാണ്. അവിടെ ഇപ്പൊ എന്താ നടക്കുക? അവിടെ കേവലം ട്രോഫി മറ്റും കൊടുത്ത് വിടല്ല. അതിന്റെ മഹത്വം അവിടെ ദീനാണ് പഠിച്ചത്. ദീന് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ തടിച്ചുകൂടുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ നമ്മൾ പോകുന്നത്.
അതിൽ കിട്ടുന്ന ഏറ്റവും മെച്ചം എന്താണെന്നറിയോ? ഒരു പക്ഷേ ഇതുവരെ തങ്ങളുടെ മക്കൾ ആ നിലക്കൊന്ന് ഉയർത്തണമെന്ന് ചിന്തിക്കാത്തൊരു പിതാവ് ഒരു പക്ഷെ ആ സംസാരം കേട്ടിട്ട് അതിൽ ആകർഷനായി നല്ല ബുദ്ധിയുള്ള നല്ല മികവുള്ള ഒരു കുഞ്ഞിനെ ഇൻഷാ അല്ലാഹ് ഭാവിയിലെ പണ്ഡിതനാകട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസമായിരിക്കും ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ ഭാവിയെ തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ ദിവസമായിക്കൊണ്ട് മാറുക. നമുക്കറിയില്ല റബ്ബ് എന്തൊക്കെ ഹിക്മത്തുകളാണ് അതിന്റെ പിന്നിൽ വെച്ചിട്ടുള്ളത് എന്ന്. ഏതായിരുന്നാലും ഒരുപാട് ഹൈറുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഇത്തരം ദഅ്വാ സംരംഭങ്ങളിലൊക്കെ നമ്മുടെ ഒരു പങ്കും കൂടെ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് എത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? അവിടെ എത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഒരു 3 ദിവസമൊക്കെ ഈ ഒരു ദഅ്വാ പ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ഒരു സാമ്പത്തിക ഒരു ചെലവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വലിയ നന്മയിൽ അള്ളാഹുവിന്റെ ദീന് കറകളഞ്ഞ കിതാബുകളിൽ നിന്നും അസിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും ശിർക്ക് പുലരാത്ത ഖുറാഫാത്തുകൾ പുലരാത്ത ആ നിലക്കുള്ള കറകളഞ്ഞ ദീനിനെ പഠിക്കാനും അത് മാലോകരെ പഠിപ്പിക്കുക എന്ന മഹനീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ എല്ലാം പിറകിൽ നിന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആ ഒരു മഹത്തായ സംരംഭത്തിൽ കൈകോർക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. പതിവ് പോലെ ഇന്നത്തെ നമ്മുടെ ഒരു പുറത്തുള്ളൊരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്കാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ബോധ്യപ്പെട്ടവർ അതിനുവേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് സഹകരിക്കണം. അതിന് കഴിയാത്ത ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരായ നിലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി എപ്പോഴും റഹ്മാനായ റബ്ബിന്റെ ദീനിനെ സംരക്ഷിക്കുന്ന അതിന് ശക്തി പകരുന്ന ഇടങ്ങളിലേക്ക് ആകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഏതായിരുന്നാലും റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ നന്മകളിലേക്കും മനസ്സ് പാകപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ കയ്യെത്തും ദൂരത്തും എത്തി നിൽക്കുന്ന വിശുദ്ധ റമളാൻ എന്ന അതിഥിയെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുവാനുള്ള അപാരമായ തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രംഗത്ത് പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. എല്ലാം ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ടും രോഗം കൊണ്ടും മറ്റു മാനസിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.